കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ലെജിസ്ലേച്ചറെക്കുറിച്ചും എക്സിക്യൂട്ടീവിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായി പറയുകയുണ്ടായി. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ജുഡീഷ്യറിയെക്കുറിച്ചാണ്. ജുഡീഷ്യറി രാജ്യത്തെ നിയമങ്ങളെ വ്യാഖ്യാനിക്കുകയും അതിൽ നീതി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഓർഗനാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന നിയമങ്ങളെ, എക്സിക്യൂട്ടീവ് നടപ്പാക്കുന്ന നിയമങ്ങളെ വ്യാഖ്യാനിക്കുകയും അതിൽ നീതി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ജുഡീഷ്യറി ജനങ്ങളുടെ അവകാശങ്ങളുടെ സംരക്ഷകരാണ്. വ്യക്തിപരവും പൊതുവായതുമായ എല്ലാ കടന്നുകയറ്റത്തിൽ നിന്നും മനുഷ്യരെ ജുഡീഷ്യറി സംരക്ഷിക്കുന്നു. നീതി നടപ്പാക്കാൻ ഒരു രാജ്യത്ത് മതിയായ വ്യവസ്ഥകളില്ലെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം തീർച്ചയായും അപകടത്തിലാകും. അതിനാൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു ജുഡീഷ്യൽ ഓർഗൻ ആധുനിക ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. എന്താണ് ജുഡീഷ്യറി എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ജുഡീഷ്യറിയുടെ ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ജുഡീഷ്യറിയുടെ പ്രവർത്തനങ്ങൾ. ജുഡീഷ്യറിയുടെ ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് വ്യക്തികൾക്കിടയിലുള്ള തർക്കങ്ങളും അതുപോലെ വ്യക്തികളും സർക്കാരും ഭരണകൂടവും തമ്മിലുള്ള തർക്കങ്ങളും ഉൾപ്പെടുന്ന ക്രിമിനൽ സിവിൽ കേസുകൾ അതിൽ നീതി പ്രഖ്യാപിക്കുക എന്നുള്ളത് ജുഡീഷ്യറിയുടെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. മറ്റൊന്ന്, മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകനായിട്ട് പ്രവർത്തിക്കുന്നത് ജുഡീഷ്യറിയാണ്. ആ രാജ്യത്തെ എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ജുഡീഷ്യറിയാണ്. അതുപോലെ ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നത് ആ രാജ്യത്തെ ജുഡീഷ്യറിയാണ്. ഭരണഘടനയിൽ ഉണ്ടാക്കുന്ന നിയമങ്ങളെ, ഭരണഘടനയിലെ ഭേദഗതികളെ അതെല്ലാം വ്യാഖ്യാനിക്കുന്നത് ആ രാജ്യത്തെ ജുഡീഷ്യറിയുടെ പ്രവർത്തനമാണ്. അതുപോലെ ഒരു ഫെഡറൽ രാജ്യമാണെങ്കിൽ ആ ഫെഡറേഷനിൽ സ്വാഭാവികമായിട്ടും സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ പ്രശ്നം ഉണ്ടായിരിക്കും. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അവിടെ പരിഹാരം ആയിട്ട് പ്രവർത്തിക്കുന്നത് ഫെഡറേഷൻ്റെ സംരക്ഷകനായിട്ട്, ആ തർക്കങ്ങളിൽ പരിഹാരമായിട്ട് പ്രവർത്തിക്കുന്നത് ജുഡീഷ്യറിയാണ്. മറ്റൊരു ജുഡീഷ്യറിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്, ജുഡീഷ്യറിക്ക് ചില ഉപദേശക അധികാരമുണ്ട്, ഉപദേശക പ്രവർത്തനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യൻ പ്രസിഡന്റ് നിയമപരമായ കാര്യങ്ങളിൽ ഉപദേശം ചോദിക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയോടാണ് ചോദിക്കുക. അവിടെ സുപ്രീം കോടതി ഉപദേശങ്ങൾ നൽകുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജുഡീഷ്യറി ചില ഉപദേശക പ്രവർത്തനം കൂടി നടത്തുന്നുണ്ട്. ജുഡീഷ്യറിയുടെ മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത്, ജുഡീഷ്യറി പലപ്പോഴും നിയമം ഉണ്ടാക്കുന്നുണ്ട്. ആ നിയമം ഉണ്ടാക്കുന്നത് ലെജിസ്ലേച്ചറാണെന്ന് നമുക്കറിയാം. എങ്കിലും നിയമങ്ങളിൽ ചിലപ്പോൾ അവ്യക്തത ഉണ്ടാകുമ്പോൾ ആ നിയമങ്ങളെ വ്യാഖ്യാനിക്കും. അതുപോലെ നിയമങ്ങൾ പരസ്പരം പൊരുത്തമില്ലാതെ വരുമ്പോൾ അവിടെ എന്താണ് നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുന്നത് ജുഡീഷ്യറി ആയിരിക്കും. അപ്പോൾ നിയമം എന്താണെന്നും അവയിൽ ഏതാണ് നിലനിൽക്കേണ്ട നിയമം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവിടെ കോടതിയാണ്. അപ്പോൾ ചില സമയത്ത് നിയമം ഉണ്ടാക്കുക കൂടി കോടതി ചെയ്യുന്നുണ്ട്. അതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രശ്നത്തിൽ അവസാനമായിട്ട് വിധി പ്രഖ്യാപിക്കുന്നത് കോടതിയാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് തർക്കങ്ങളിൽ വിധി പ്രഖ്യാപിക്കുന്നതും കോടതിയുടെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. ഇത്രയുമാണ് ജുഡീഷ്യറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. ഇനിയും പല രാജ്യത്തും പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ജുഡീഷ്യറി നടത്തുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട കുറച്ച് പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്.